നീ എന്നെ ഒന്ന് പോറി. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നീ ജയിച്ചു കേറി എന്ന് കരുതണ്ട. ഈ വെറും തുണിക്കച്ചവടക്കാരൻ ആരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളെപ്പോലെ അധോലോകങ്ങളും അന്തർരഹസ്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ബോംബും തോക്കും വെച്ച് ഞാൻ ആരോട് സംസാരിക്കാറുമില്ല. എടാ, ഒളിച്ചിരുന്ന് അമ്പയുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. അത് നിങ്ങളുടെ തന്ത്രം. അഹമ്മദാബാദിലെ ലക്ഷ്മി നാരായണന്റെ തുണിമില്ലിൽ ഒരുമിച്ച് പഞ്ഞിക്കെട്ടുകൾ ചുമന്ന് നടന്നപ്പോഴും എനിക്കെതിരെ ഒരു കത്തി നിങ്ങൾ എന്നും സൂക്ഷിച്ചിരുന്നു. ഇതുപോലെ പഴംപുരാണങ്ങൾ പാടാൻ എന്റെ കയ്യിലുമുണ്ട്. അന്ന് ഇന്നും എന്റെ വഴിയിൽ നീ കുത്തി തുളച്ചു കയറുന്നൊരു മുള്ളായിരുന്നു. ഓ, ഐ സീ. ഒരു നേരത്തെ വിശപ്പടക്കാൻ നമുക്കിരുവർക്കും അരയണ തുട്ടുകൾ എറിഞ്ഞു തന്ന ദൈവത്തെ ചതിച്ച് തുണിമിൽ അപഹരിച്ച് സ്വന്തം കീശയിലേക്കും അയാളുടെ സുന്ദരിയായ മകളെ കബളിപ്പിച്ച് വെപ്പാട്ടിയുടെ കിടക്കയിലേക്കും വലിച്ചു കയറ്റിയ നിന്നെ ഞാൻ പൊളിച്ചു കാട്ടിയതുകൊണ്ടോ? അതേടാ, വേട്ടയാടിയും വെട്ടിപ്പിടിച്ചുമാണ് ഞാൻ എന്റെ പോക്കുഴലുകൾ ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ എന്നും എന്റെ മാനത്തിന്റെ കടയ്ക്കുള്ള കത്തിയായിരുന്നു നീ. മാനം? ആ വാക്ക് പറയാൻ നിനക്കെന്താ അർഹത? തട്ടിത്തകർത്ത് മുന്നേറാനുള്ള വെമ്പലിൽ നീ ഉടച്ചെറിഞ്ഞ വിഗ്രഹങ്ങൾ നിന്റെ മാനത്തിന്റെ കഥ പറയും. ദർശൻദാസ്, വാക്കുകൾ അതിർത്തികൾ താണ്ടിയാൽ മൊറൈസ് മറുപടി പറഞ്ഞത് തോക്കുകൊണ്ടായിരിക്കും. ഭീഷണിയാണോ? എന്റെ മകളുടെ ജീവന് നീ വില പറഞ്ഞിട്ടും ഞാൻ അതേ നാണയത്തിൽ തിരിച്ചു തന്നിട്ടില്ല. എന്റെ കപ്പൽ ബോംബ് വെച്ച് തകർത്തിട്ട് നീ പുണ്യാളം ചമയുന്നോ? നിന്റെ മോടെ കാവൽപ്പട്ടിക്ക് എന്റെ തല വേണമല്ലേ? കൊടുക്കാം, തലയാൻ കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ് നിന്റെയും നിന്റെ മകളുടെയും അവന്റെയും തല ഞാൻ റോട്ടിലിട്ട് ഉരുട്ടും. എനിക്ക് വേണമെങ്കിൽ ഒറ്റ വെടിക്ക് നിന്നെ കൊല്ലാം. പക്ഷെ ഞാൻ വിടുന്നു. ഒന്നോർത്തോ, മൊറൈസിന്റെ അങ്കിക്ക് നിന്റെ മകൾ ചീട്ടിട്ടാൽ ആ അങ്കി കൊലക്കയറാക്കി ചക്കരപ്പായിൽ പൊതിഞ്ഞു കെട്ടി ഒരു സമ്മാനം നിനക്ക് ഞാൻ കൊടുത്തയക്കും. ഒളിഞ്ഞു കീറി നാറ്റമടിക്കുന്ന നിന്റെ മകളുടെ ശരീരം മൊറൈസിന്റെ കപ്പൽ ബോംബ് വെച്ച് തകർക്കാൻ നിനക്ക് ആരധികാരം തന്നു? ഒന്നുകിൽ നിനക്ക് അയാളോട് പകയുണ്ട്, അല്ലെങ്കിൽ മറ്റാരോ നിന്നെ വിലക്കെടുത്തിരിക്കുന്നു. ശത്രുവിനെ കീഴ്പ്പെടുത്തുക മാത്രമല്ല, അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന യുദ്ധതന്ത്രമാണ്. ഭ്രാന്തമായ ഈ നടപടിയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്റെ മകളാണ്. അവളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവളെ നിന്നെ ഏൽപ്പിച്ചത്, അല്ലാതെ അവളുടെ ഉയരെടുക്കാനല്ല. ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞതാണ്, കണ്ട തെരുവ് കൊണ്ടേ പിടിച്ച് എന്റെ ബോഡി ഗാർഡ് ആക്കരുതെന്ന്. എന്റെ മകളുടെ രക്ഷയേക്കാൾ വലിയ ലക്ഷ്യങ്ങൾ നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നു. നിനക്ക് വേട്ടയാടാൻ അവളെ ആയുധമാക്കരുത്. ഡാഡി, ഇനഫ് ഈസ് ഇനഫ്. എന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നതിന് മുൻപ് ഇയാളെ പറഞ്ഞു വിട്ടേക്കൂ. ഗെറ്റ് ഹിം ഔട്ട്. അതെ, ഇത്രയും ആയ സ്ഥിതിക്ക് അതാണ് നല്ലത്. പ്രിയമോളെ, എടുത്തു ചാടി ഒരു തീരുമാനത്തിലെത്തരുത്. മുന്നാബായിയോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പോരെ? വേണ്ട. മൊറൈസിന്റെ തകർച്ചയ്ക്ക് മാത്രമേ പ്രിയയുടെ ജീവൻ രക്ഷിക്കാനാവൂ. എനിക്ക് വേണ്ടുന്ന അമ്പുകൾ ഞാൻ ഏതാവനാഴിന്ന് എടുത്തോളാം. പക്ഷേ നിങ്ങളുടെ മകൾ കുറപ്പുള്ള ഒരു രക്ഷാകവചം നൽകാൻ മറക്കണ്ട. അവൻ പോട്ടെ, മാഡത്തെ രക്ഷിക്കാൻ ഞാനുണ്ട്. ഇത്ര ഇമോഷണൽ ആകണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഡാഡി, അതോർത്ത് വറി ചെയ്യണ്ട. മിസ്റ്റർ മഹാദേവൻ, നാളെ കോൺഫറൻസിന് പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല. അതെന്തിനു മാറ്റിവെക്കണം? ഐ വിൽ ബി വിത്ത് യു. മാഡത്തിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴില്ല, അത് ഉറപ്പാ. നമ്മുടെ ലക്ഷ്യം അവർക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്താണ്. അതിന് അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഒന്നും മറക്കരുത്, ദാസിന് നിന്നെ കൊണ്ടുള്ള ആവശ്യം തീർന്നിട്ടില്ല. നിനക്ക് ദാസിനെ കൊണ്ടു. തീയിൽ കുരുത്തവനാണ് നീ.
തീയിലൂടെ തന്നെ നടന്ന് കയറുകയും വേണം. ഒരുപാട് ദൂരം ഇനിയും പോകേണ്ടതുണ്ട്. മാഡം, ഉം, നമുക്ക് ആ വഴിയെ പോവാം. അതെന്താ? ദൂരക്കുറവുണ്ട്, എളുപ്പം അങ്ങ് എത്താൻ കഴിയും. ഓക്കേ. മൊറൈസിന്റെ ചക്രവാളം കീഴടക്കാൻ ഇതുവരെ കാണിച്ച തന്റെ ഇടമൊക്കെ എവിടെ പോയടി?
ചേട്ടനില്ലെങ്കിലും യാത്രയ്ക്ക് മറ്റാരെങ്കിലും കൂട്ടാമായിരുന്നു. ഡാഡിയുടെ വാത്സല്യത്തിന്റെ ചെല്ലത്തൊട്ടിലിൽ ഒത്തിരി ഉറങ്ങിയോ എന്നൊരു സംശയം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ദുശാഠ്യങ്ങൾ. ഒന്ന് ചോദിച്ചോട്ടെ, കുടഞ്ഞെറിഞ്ഞു കളഞ്ഞിട്ടും എന്തിനെന്റെ രക്ഷയ്ക്ക് ഗൗതം വീണ്ടും എത്തി? ഈ വിജനത, ഇരുട്ടിനെ അലിയിക്കുന്ന നിലാവിന്റെ വശ്യത എന്നെ എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നൊരു തോന്നൽ. ഇനിയും കൂടണയാത്തൊരു കിളി ഉള്ളിലിരുന്ന് കുറുകുന്നത് പോലെ. കയറി കിടന്നോളൂ. സുഖമായിട്ടിറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഉറങ്ങിയില്ലേ? കാവൽക്കാരന് ഉറങ്ങാൻ കഴിയില്ല. കിടന്നോളൂ. ഈ രാവിങ്ങനെ ഉറങ്ങി തീർക്കാൻ എനിക്കാവില്ല. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലോ? But the fire of desire isn't asleep. As the hearts are awake, whining to me, swinging with love, let us sing a song. ആ പെണ്ണിനെ കൊല്ലുന്നതുകൊണ്ട് നമ്മുടെ കണക്ക് തീരില്ല. എടാ കൊച്ചനെ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ കളമൊന്ന് മാറ്റിച്ചവിട്ട്. നിന്റെ കാൽച്ചോട്ടിൽ ഒരു ചുവന്ന പരവതാനി ഞാൻ വിരിച്ചു തരാം. നീ കരുതുന്നത് പോലെ നിന്റെ ശത്രുപാളയത്തിലെ വെറും ഒരു യോദ്ധാവല്ല ഞാൻ. ഗൗതം വിശ്വനാഥ്, ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ മകൻ. ഒരിക്കൽ നീ കത്തിച്ച പട്ടടയിൽ നിന്ന് തെറിച്ചുപോയ ഒരു കനൽ നിന്റെ ഒടുക്കത്തെ കാട്ടുതീയുടെ വിത്താകാൻ ചുട്ടുപഴുത്ത് കാത്തുകിടക്കായിരുന്നടാ ഇത്രയും കാലം. ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ മൊറൈസിന് മടിയില്ല പുല്ലേ.
ഇതിന്റെ കാഞ്ചി വലിക്കാനുള്ള കരുത്ത് നിന്റെ കൈകൾക്കില്ല. നമുക്കിനിയും കാണണം. നിന്റെ ചാവ് മണി കൊട്ടിയിട്ടേ ഞാൻ ഈ കളം വിട്ടു പോകൂ. പാപത്തിന്റെ ശിഷ്ടം തേടിയെത്തിയല്ലേ? ഈ യുദ്ധത്തിൽ എന്റെ ഭർത്താവ് തോറ്റുപോകുമല്ലോ എന്നാണ് എന്റെ പേടി. കുഴിച്ചു കുളം തോണ്ടിയപ്പോ അറിയാതെ കയ്യിന്ന് വഴുതി വീണ വിത്ത് വളർന്ന് മരമായി ഇന്ന് വഴിമുടക്കുന്നു. അനുവാദം തന്നാൽ ഒരു നിമിഷം കൊണ്ട് വെട്ടിയെറിയാം. വേണം, പക്ഷെ അതിനു മുമ്പ് ആരാണ് അതിന് വളമിട്ട് വളർത്തിയെന്നറിയണം. ഞാനാണ് മുന്ന. കൊല്ലം മുമ്പ് നീ ചെയ്തു കൂട്ടിയ പാതകങ്ങൾക്ക് കണക്ക് ചോദിക്കാനാണ് നിന്റെ മാളത്തിലേക്ക് ഞാൻ മടങ്ങി വന്നത്. ഒറ്റയ്ക്കല്ല, നീ ഊതിപ്പറത്തിയ ചാരത്തിൽ നിന്നും ഞാൻ തോണ്ടിയെടുത്ത ഒരു കനലുമായി. ഗൗതം, ഒരിക്കൽ നീ വെട്ടിയെറിഞ്ഞ ഈ കൈക്ക് പകരം ഞാൻ വളർത്തിയെടുത്ത എന്റെ കൈയാണവൻ. കണ്ണ് തുറന്ന് കാത്തിരുന്നോ, ആ കൈ നിന്റെ തലയെടുക്കും. ശത്രു ഒരാളല്ല, പലരാണ്. ഇനിയൊരംഗം നമ്മുടെ വിജയം ഉറപ്പാക്കിയിട്ട് മാത്രം. ഹായ് ഗൗതം. ലജ്ജയില്ലാതെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു പെണ്ണിനോട് ഗൗതത്തിന് വെറുപ്പാണെന്നറിയാം. കാണാനുള്ള ആഗ്രഹം അടക്കാൻ ഏറെ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഐ എം സോറി. ഒന്നോർത്താൽ മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഗൗതത്തെ വെറുക്കുമായിരുന്നു. സ്വന്തം ഡാഡിയുടെ ശത്രുവിനെ അറിയാതെ ആരാധിച്ചു പോയ ഞാനൊരു വിഡ്ഢിയാണ്, അല്ലേ ഗൗതം? ആരുടെ ആരാധനയ്ക്ക് ഞാൻ അർഹനല്ല. നിനക്കെന്നെ വെറുക്കാം. എനിക്കതിനാവുന്നില്ല. ഇരുട്ടിന്റെ വഴിയെ പായുകയായിരുന്നു. ഗൗതം എന്നെ ഒന്ന് തടഞ്ഞു നിർത്തി. ആ ഞെട്ടലിൽ നിന്നുണർന്നപ്പോൾ കടന്നു വന്നത് തെറ്റിന്റെ വഴിയിലൂടെ ആയിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. താങ്ക്സ്. എനിക്ക് അതിനെങ്കിലും കഴിഞ്ഞല്ലോ. ഗൗതം, എനിക്കൊരു പുതിയ ഷെറിനാകണം. ഡാഡി വലിച്ചെറിയുന്ന ബ്ലാങ്ക് ചെക്കുകളിലും ലഹരി മരുന്നുകളിലും അർത്ഥശൂന്യമായ ബന്ധങ്ങളിലും നഷ്ടപ്പെടുത്തി എന്നെ എനിക്കൊന്ന് വീണ്ടെടുക്കണം. ക്യാൻ യു ഹെൽപ്പ് മീ? ആ മനസ്സിന്റെ കോണിലെങ്ങാനും ഒരിടം. ഡോണ്ട് ബി സില്ലി. എനിക്കൊന്ന് മാത്രമേ കഴിയൂ. ഞാൻ നിന്റെ നല്ലൊരു കൂട്ടുകാരനാകാം. കടന്നു വന്ന വഴികളിലൂടെ നീ ഇനി തിരിച്ചു പോവില്ലെന്ന് ഉറപ്പ് തന്നാൽ. Never, never in my life. മയക്കുമരുന്നിന് അടിമയാക്കി ഹേമന്ത് നിന്നെ മുതലെടുക്കുകയായിരുന്നു. അവൻ ഈ സിറ്റിയിലെ ലഹരി മരുന്ന് ലോകത്തിന്റെ രാജാവാണ്. ഒരു സത്യം ഞാൻ പറയട്ടെ, നിന്റെ ഡാഡിയുടെ വിശ്വസ്തനായ ആ അടിമയുടെ കയ്യിൽ നിന്നാണ് നിന്നെ ഞാനെന്ന് രക്ഷപ്പെടുത്തിയത്. I can't believe it. You have to. നിന്നെ വീണ്ടെടുക്കണമെന്ന് നീ എന്നോട് പറഞ്ഞു. നിന്നെ വീണ്ടെടുക്കുന്നതോടൊപ്പം അവന്റെ മയക്കുമരുന്ന് റാക്കറ്റിൽ കുടുങ്ങിപ്പോയ ഒത്തിരി ചെറുപ്പക്കാരെ നമുക്ക് വീണ്ടെടുക്കാം. Can you help me? Yes, I will do it. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ട്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശേഷം. നിന്റെ അച്ഛന്റെ ചിത്രത്തിന് ജീവൻ വെച്ച് എന്റെ ആത്മാവിന്റെ ശാന്തിക്കായി നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിനക്ക് ഉത്തരവുണ്ടോ? മനസ്സിലായില്ല. നിന്റെ അച്ഛനെ കൊന്ന ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ രക്തത്തിൽ കുരുത്ത വിഷച്ചെടി നിന്റെ കൺമുമ്പിൽ തഴച്ചു വളർന്നു നിൽക്കുന്നു ഗൗതം. നിന്റെ അച്ഛന്റെ ചോരയ്ക്ക് കണക്ക് ചോദിക്കാനുള്ള ഏറ്റവും നല്ല അവസരം
ഈ യുദ്ധം നമുക്കൊരുമിച്ച് പൂർത്തിയാക്കാം. നമ്മുടെ പത്മവ്യൂഹത്തിൽ നിന്നും അവൻ രക്ഷപ്പെടരുത്. അച്ഛനെ കൊന്നവന്റെ മകനോട് മകൻ പകരം ചോദിക്കുന്ന കുടിപ്പകയുടെ കഥ ഞാനും ആവർത്തിക്കും. ചോരയുടെ വില ഞാൻ അവനെ പഠിപ്പിക്കും. എന്റെ പ്രിയദർശിനി മോളെ, പൊന്നും വിലയുള്ള നിന്റെ തന്തയുടെ കയ്യൊപ്പിലല്ലേ ഈ പാവം മഹാദേവന്റെ കളി മുഴുവൻ. ഓ ശംഭോ മഹാദേവ. കാറിന്റെ താക്കോല് ഏത് കാറ്? മൊറീസ് മലയാളി തന്നയച്ചതാ. കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഓ വൗ. കൊള്ളാം. ആഹാ. ഓ. നിന്റെ ജന്മാഭിലാഷം പൂവണിയുന്ന ഈ സുദിനം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? മൊറേസ് മഹാമനസ്കന്. കോൺഫറൻസ് കഴിഞ്ഞ് വരുന്ന പ്രിയയെ കൊല്ലാനുള്ള നിന്റെ പ്ലാൻ ഞാൻ പൊളിച്ചിട്ടും അയാൾ വാക്ക് മാറിയില്ല. പുതുപുത്തൻ ഫോറിൻ കാർ. ഇല്ലെങ്കിൽ I will shoot you. ഷൂട്ട് മീ. ഷൂട്ട് മീ യു സൺ ഓഫ് എന്താടാ ഇത്? എന്ന് മുതലാടാ പ്രിയദർശിനി മിൽസിന്റെ ഓഫീസിന്റെ അടുക്കളപ്പുറത്തായത്? I think this is very innovative. Look at these colors. Gautam, what is this? പ്രിയദർശിനി മിൽസിന്റെ വിശ്വസ്തനായ മാനേജർ മഹാദേവൻ, വിൽസൺ മൊറേസിന്റെ 30 വെള്ളിക്കാശിന് വേണ്ടി നിങ്ങളെ ഒറ്റുകൊടുത്ത യൂദാസ്. അയ്യോ, വിശ്വാസമാവുന്നില്ലല്ലേ? തെളിവുകൾ ഞാൻ തരാം. ഇതൊക്കെ എന്താണെന്നറിയോ? പ്രിയദർശിനി മിൽസിന്റെ തലയിലെടുത്ത് മാറ്റാൻ ഈ തെണ്ടി ഉപയോഗിച്ച വിശുദ്ധ വസ്തുക്കൾ. ഇരുപത് കൊല്ലം എന്റെ ഉപ്പും ചോറും തിന്നതിന്റെ കൂലി എനിക്ക് നീ തന്നു. ഇനി നിങ്ങൾക്ക് വേറെന്തറിയണം? പ്രിയയെ കൊല്ലാൻ കൂട്ടുനിന്നതിന്റെ കഥകൾ ഇവന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ഇനി എന്തിനു ബാക്കി വെച്ചേക്കണം? കൊല്ല്, എന്നെ എന്റെ മകളെയും കൊല്ല്. ഡാഡി ഇവനെ പോലീസിൽ ഏൽപ്പിക്കൂ. വേണ്ട മോളെ, വേണ്ട. ഇവനെ വിശ്വസിച്ച് എന്റെ കരളും പറിച്ച് കയ്യിൽ വെച്ച് അവൻ സ്വൈര്യമായി നടക്കട്ടെ. എടാ, ഒരു നേരത്തെ ആഹാരത്തിന് തെണ്ടി തിരിഞ്ഞ് ഈ വീടിന്റെ പടി കടന്ന് വന്നവനാണ് നീ. പിടിച്ച് മെത്തയിൽ കിടത്തിയപ്പോൾ ഇത്രയ്ക്ക് വിഷം പുറ്റിയ പാമ്പാണെന്ന് കരുതിയിലടാ ദ്രോഹി. ചെല്ല്, എന്റെ കുഞ്ഞുങ്ങളുടെ തലയെടുക്കാൻ മൊറൈസിന് ഇനിയും നിന്നെ ആവശ്യം വരും. പോടാ. മാപ്പ് എല്ലാത്തിനും. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഇവിടെ വന്നു ഒറ്റയ്ക്ക് നിന്ന് സ്വപ്നം കാണായിരുന്നോ? എന്താ ഇത് പ്രിയ? ബിഹേവ് യുവർസെൽഫ്.
ഗൗതത്തിനോടുള്ള എന്റെ സ്നേഹത്തിന് ഡാഡിയുടെ പച്ചക്കൊടി. സ്നേഹോ? ഈ തെരുവ് ഗുണ്ടകൾ. ഞാൻ വെറും ഒരു ബോഡി ഗാർഡല്ലേ. വാക്കുകൾ കൊണ്ട് ഗൗതത്തെ ഞാൻ ഒത്തിരി മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഗൗതം, ഐ ലവ് യു. നോക്കൂ, ചോക്ലേറ്റ് തിന്നുന്ന ലാഘവത്തോടെ കാമുകനെ തിരഞ്ഞെടുക്കുന്ന ഒരു വിഡ്ഢിപ്പെണ്ണിനെ നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ മനസ്സിലാക്കാൻ ഗൗതത്തിന് കഴിയുന്നില്ല. നോ, എന്റെ ഭാഷയിൽ പ്രേമം എന്ന വാക്കില്ല. എന്നോ കുറിച്ച ഒരു അംഗത്തിന്റെ അവസാന അധ്യായത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യോദ്ധാവാണ് ഞാൻ. എന്റെ രക്ഷകനെ അറിയാതെ ഉള്ളുകൊണ്ട് ഒത്തിരി മോഹിച്ചു പോയി. എന്റെ സ്നേഹം നിഷേധിക്കാൻ എന്തിനീ മുഖംമൂടി? അതെ, മുഖംമൂടി തന്നെ. എന്നെ വിട്ട് നീ ഓടിപ്പോകുമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ആ ഓർമ്മകളുടെ ചാരം ചിക്കിച്ചിക്കാം. ചിരിച്ചും കളിച്ചും തുമ്പിയുടെ ചിറകൊടിച്ചും പുസ്തകത്താളുകൾക്കിടയിൽ മയിൽപ്പീലി ഒളിച്ചു വെച്ചും മനസ്സിനെ ചിലങ്ക കെട്ടി നടന്നിരുന്ന ഒരു ബാല്യം എനിക്കുമുണ്ടായിരുന്നു. തിത്തിത്തേ തിത്തിത്തേ തെയ്യും തക്ക തെയ്യും താഹ തിത്തിത്തേ 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 തെയ്യും തക്ക തെയ്യും താഹ തെയ്യും തക്ക തെയ്യും താഹ തിത്തിത്തേ തിത്തിത്തേ തെയ്യും തക്ക തെയ്യും താഹ തിത്തിത്തേ തിത്തിത്തേ തെയ്യും തക്ക. ചേച്ചി സ്റ്റെപ്പ് തെറ്റിച്ചു. എന്നാ നീ ഒന്ന് വന്ന് കാണിച്ചേ. 1 2 3 4 1 2 3 4 1 2 3 4. അമ്മേ, ഞാൻ കാണിച്ചതല്ലേ ശരി? ദേ, ഇത് കണ്ടോ? ഇനിയിപ്പം നൃത്തം പഠിപ്പിക്കാൻ ഞാൻ വേണ്ട, മോൻ പഠിപ്പിച്ചോളും. ചേച്ചി, എനിക്കത് താ. തരത്തില്ല. എത്ര നേരമായിട്ട് കയ്യിൽ വെച്ചോണ്ടിരിക്കാ? പോടാ. അമ്മേ, ഈ ചേച്ചിയോട് പറ എനിക്കിത് തരാൻ. ഓ, അത് അവൻ എങ്ങോട്ട് കൊടുക്കും മോളെ. അങ്ങനെ ഇപ്പൊ കൊടുക്കുന്നില്ല. എടാ, അതിങ്ങ് തരാൻ. അയ്യോ, ഇത്ര വലുതായിട്ടും അവനോട് വഴക്കിടാൻ നിനക്ക് നാണമല്ലേ? രണ്ടിനും കുറുമ്പിത്തിരി കൂടുന്നുണ്ട്. മോനെ, മോൻ അതങ്ങോട്ട് ചേച്ചിക്ക് കൊടുത്തേക്ക്. മോൻ ഇതിനേക്കാൾ നല്ല മ്യൂസിക് ബോക്സ് അച്ഛൻ വാങ്ങിത്തരാം. ഇത് കൊള്ളില്ല, കൊടുത്തേക്ക്. എപ്പോ വാങ്ങിത്തരും? അത് അടുത്ത ബർത്ത്ഡേക്ക് വാങ്ങിത്തരാം കേട്ടോ. എനിക്കെങ്ങും വേണ്ട ചേച്ചിയുടെ പാട്ട് വെട്ടി. താങ്ക് യു. വളർന്ന പെണ്ണാണെന്ന് ഒരു വിചാരവും ഇല്ല. എത്ര വളർന്നാലും അവര് നമുക്കെന്നും കുട്ടികളല്ലേ. ആ, ഇത് നാളെ പത്രത്തിൽ വരേണ്ട മാറ്ററാ. ഞാനിത് കൊടുത്തിട്ട് വരാം. എന്താ മുന്നാ തിരക്കിട്ട്? റെയിൽപാളത്തിൽ വീണ്ടും ഒരു ശവശരീരം. ആരുടെ? ഇതും ഒരു പെൺകുട്ടിയുടെ. ഇതൊരു തുടക്കത പോലെയായല്ലോ. നോ, ഇനി ഇത് ആവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചൂടാ. അയ്യോ, എന്താണാവോ? എങ്ങനെയത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇറ്റ്സ് ഓൺലി ആൻ ആക്സിഡന്റ്. മറ്റെന്തെങ്കിലും സാധ്യത? നോക്കുമേ സർ, ഞാൻ ഡോക്ടറാണ്, ജോലിസനല്ല. എന്താ സ്കൂപ്പ് പോലും തടഞ്ഞോ? എല്ലാം പതിവ് വാക്കുകൾ തന്നെ. പുതുതായി പറയാൻ ആർക്കും ഒന്നുമില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു. റിപ്പോർട്ട് കിട്ടിയില്ല. ആക്സിഡന്റ് ആണെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. മുതലാളി, ഞങ്ങൾക്കുള്ള ഏക സ്വത്തായിരുന്നു അവൾ. അവളെ ആരോ ചതിച്ചതാണ്. എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ? ആ കുട്ടി എന്റെ ഫാക്ടറിയിലെ ഏറ്റവും നല്ല തൊഴിലാളിയായിരുന്നു. തൽക്കാലം ഇത് വെച്ചോ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്റെ തൊഴിലാളിയുടെ കുടുംബം എന്റെ കുടുംബമാണ്. അവളെ ആരോ ചതിച്ചതാണ്. അവളെ ആരോ ചതിച്ചതാണ് മുതലാളി. സാർ, ഒന്ന് ചോദിച്ചോട്ടെ? ആരാ? മനസ്സിലായില്ല. ഞാനൊരു പത്രക്കാരനാണ്, വിശ്വനാഥൻ. ഓ, അത് താനാണോ? താനും ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ ചൊറിഞ്ഞിട്ടുള്ളതാ. ഈ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യ, അപകട മരണവും കൊലപാതകമാക്കി മാറ്റിയ സെൻസേഷൻ ഉണ്ടാക്കുന്നതാണല്ലോ തന്റെ വിനോദം. ഇയാള് പറയുന്ന പോലെ പത്രപ്രവർത്തനം വിനോദമൊന്നുമല്ല, ജനങ്ങൾക്ക് നേര് കാണിച്ചു കൊടുക്കാനുള്ള ആയുധമാണ്. ചെകുത്താൻ ഭേദബോധാൻ എന്ന് തുടങ്ങി.
ഇവിടെ ചേരിയിലും ചെറ്റപ്പുരയിലും കിടക്കുന്ന പെർക്കികളെ സംഘടിപ്പിക്കാനും സംരക്ഷിക്കാനും നടക്കുന്ന 4 കാശിന്റെ ഗുണ്ട. അല്ലേ ഇവരെന്നെ കുറെ ഒലത്തും. ഓവാ അതെ, തനിക്ക് എന്താ അറിയേണ്ടത്? ആ പെൺകുട്ടി നിങ്ങളുടെ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നല്ലോ. അതെ, അതുകൊണ്ട് ഇതൊരു അപകടകരമാണെന്ന്. എന്താ അങ്ങനെ സംഭവിച്ചു കൂടാന്നുണ്ടോ? എന്നാ കേട്ടോ, അവളെ മൊറൈസ് മൃഗീയമായി ബലാത്സംഗം ചെയ്ത് തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടതാ. എഴുതി പിടിപ്പീരെ, വായിച്ച് ജനങ്ങളൊന്നും ഞെട്ടട്ടെ. സെൻസേഷൻ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെങ്ങനെയാ? അല്ല, പണ്ട് സാറിന്റെ കാറ് കയറിയതോ പെൺകുട്ടി. നിർത്തോ, അധികം ടോർച്ച് കളിക്കണ്ട. ചിലപ്പോ തന്റെ പേനയിൽ മഷിക്ക് പകരം ചോര നിറഞ്ഞെന്ന് വരും. ഇല്ല, ഇന്നലെ വൈകിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. വെക്കോ. സത്യം പറഞ്ഞില്ലെങ്കിൽ കഴുത്തിയാൻ വിട്ടും. എനിക്കൊന്നും അറിയില്ല. നിനക്കൊക്കെ അറിയാം. അങ്ങ് മര്യാദക്ക് പറഞ്ഞോ. നോക്കൂ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു ആത്മഹത്യയാണെന്നാണ്. അതിനപ്പുറം അന്വേഷിക്കേണ്ട ചുമതല പോലീസിനില്ല. ആ റിപ്പോർട്ട് കള്ളമാണ്. സംഭവം നടന്ന ദിവസം മൊറേസിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അവളെ വിളിപ്പിച്ചിരുന്നു. മൊറേസും പങ്കാളികളും ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്തു. ആ ആഘാതത്തിൽ അവൾ മരിച്ചു. അതൊരു അപകടമോ ആത്മഹത്യയോ ആക്കി തീർക്കാൻ വേണ്ടി റെയിൽപാളത്തിലേക്ക് അവളെ വലിച്ചെറിയുകയായിരുന്നു. നിങ്ങളുടെ ആവേശം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ. മാത്രമല്ല, മരിച്ചുപോയ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പരാതി തന്നിട്ടുമില്ല. സാർ, അവർ മൊറേസിന് ഭയപ്പെടുന്നു. സ്വതന്ത്രമായ ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ സത്യം വെളിച്ചത്ത് വരൂ. നോ, പോലീസിന് ഇനി ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കഴിവറ മോനെ, നിന്റെ പേന കൊണ്ട് നീ എന്റെ മുഖത്ത് തുപ്പിയല്ലേടാ? വിടില്ല. നിന്നെ മാത്രമല്ല, നിന്നെ സഹായിച്ച സകല തെണ്ടുകളെയും. അതുകൊണ്ട് പോയ മാനം തിരിച്ചു കിട്ടുമോ? മാനം അതെനിക്ക് മാത്രമല്ലല്ലോ, ആ ചെറ്റയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ഫാക്ടറിയിൽ ആകെ കുഴപ്പമായിരിക്കുക. സാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അവരുടെ സമരം. നന്ദിയില്ലാത്ത പട്ടികള്. എന്താടാ എന്താടാ കിഴങ്ങ? ഞങ്ങളുടെ പെണ്ണുങ്ങൾ തന്റെ വെപ്പാട്ടിമാരല്ലോ. അധികം കിടന്ന് വിളിച്ചു കൂവിയാലേ ഫാക്ടറി അടിച്ച സീല് വെച്ച് കളയും. നീയൊക്കെ 3 നേരം വെട്ടി വിഴുങ്ങുന്നതേ ഞാൻ എറിഞ്ഞിരുന്ന പിച്ചക്കാശ. അത് ഓർമ്മ വേണം. വല്ല വീര പത്രക്കാരൻ എഴുന്നള്ളിച്ച വിട്ടിത്തം കെട്ട് മൊറൈസിന്റെ മേത്തുകയറാൻ വന്നാണല്ലോ. ആണാണോ പെണ്ണാണോ ഞാൻ നോക്കത്തില്ല. ചവിട്ടിയ കീറിക്കളയും. അമ്മയും പെങ്ങളും ഇല്ലാത്ത നാറി തന്റെ പിച്ചക്കാശിന് തൂക്കി വിൽക്കാനുള്ളതല്ലേ ഞങ്ങളുടെ മാനം. തൊഴിലാളി പെണ്ണുങ്ങൾക്ക് തൊഴാൻ മാത്രമല്ല, തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനും അറിയാം. നാളത്തെ അരങ്ങേറ്റത്തിൽ എന്റെ മോളൊരു രാജകുമാരി പോലിരിക്കും. അച്ഛനായിരിക്കമ്മേ? ആയിരിക്കും. ആരാ? എന്താ? വിശ്വാസ സാറിന് ഒരു അപകടം പറ്റി. പ്രസിൽ നിന്ന് രാമേന്ദ്ര സാറിന്റെ കൂടെ സ്കൂട്ടറിൽ വരുമ്പോ ഒരു ലോറി രാമേന്ദ്ര സാർ മരിച്ചു. സാറിന് അല്പം കൂടുതലാ, വേഗം വേണം. അവിടെ കിടത്തിയിരിക്കുക. അദ്ദേഹം എവിടെ? അദ്ദേഹം വരും. പക്ഷെ അതിനു മുമ്പ് ചില കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. കത്തി നിന്ന മൊറൈസിനെ ജനങ്ങൾ ആട്ടുകയും തുപ്പുകയും ചെയ്യുന്ന കരിക്കോലമാക്കി മാറ്റാൻ നിന്റെ മറ്റവന് ഒരു തുള്ളി മഷി മതിയായിരുന്നു. അവൻ എന്റെ തോലുരിച്ചു. എനിക്ക് നഷ്ടപ്പെട്ട മാനം അവൻ എന്തിനാ? നീ സുന്ദരിയാ, നിന്റെ മോളും. അയ്യോ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കാലിൽ വീണ് മാപ്പ് ചോദിക്കാം. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. നിന്റെ കെട്ടിയോന്റെ ഭാഷയില് ഞാനൊരു പെണ്ണുപിടിയനാ. പിഴിഞ്ഞ് ചാറെടുക്കാനല്ല, തല്ലിക്കൊഴിക്കാൻ എനിക്കിഷ്ടം. നാളത്തെ പത്രത്തില് ഞാനൊരു തലക്കെട്ട് കൊടുക്കും. ആദർശധീർനായ പത്രപ്രവർത്തകൻ വിശ്വനാഥന്റെ ഭാര്യയും മകളും അല്ല, ഞാൻ കൊടുത്തോളാം. കൊല്ലരുത്.
ബാക്ക് സൈഡ് വരൂ. സത്യം പറഞ്ഞതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്റെ മാധവിയുടെയും ഒന്നും അറിയാത്ത എന്റെ പൊന്നുമോളുടെയും ജീവിതമായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല സാർ. സോറി മിസ്റ്റർ വിശ്വനാഥൻ, എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കടമ ചെയ്തു. എനിക്കതിൽ ദുഃഖമുണ്ട്. കോൺസ്റ്റബിൾ, നമുക്ക് വീട്ടിൽ പോവാ. എനിക്ക് പേടിയാവുന്നു. പോകാം മോളെ, പോകാം. ആരും വരാത്ത എങ്ങോട്ടെങ്കിലും പോകാം. ഇനി എന്തായാലും ഞാൻ എന്റെ മോളെ ഡാൻസ് ക്ലാസ്സിന് അയക്കില്ല, അത് തീർച്ച. ഓ, എന്നാലും ഭയങ്കരം തന്നെ. മൊറൈസ്, കണക്ക് തീർക്കാൻ നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ സദാചാരത്തിന്റെ ആഴമളന്ന നിന്റെ പേന കൊണ്ട് നിന്റെ ഭാര്യയും മകളെയും കുറിച്ച് തെറിക്കഥ എഴുതി വിറ്റ് കാശാക്കടാ. ദ്രോഹി, നീ എന്റെ കുടുംബം നശിപ്പിച്ചു. കൊല്ലും ഞാൻ നിന്നെ. എന്നെ കൊല്ലാനുള്ള നിന്റെ ആവേശം എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ പാവം എസ്ഐയെ നീ കൊല്ലണ്ടായിരുന്നു. അയാളെന്ത് തെറ്റ് ചെയ്തു? ഗസ്റ്റ് ഹൗസിൽ അവിഹിത ബന്ധത്തിനെത്തിയ നിന്റെ ഭാര്യയും മകളെ അറസ്റ്റ് ചെയ്ത് അയാൾ കടമ നിർവഹിച്ചു. മൊറൈസ്, പാവം ദേ ചത്ത് കിടക്കുന്നത് കണ്ടില്ലേ? മതിയമ്മേ, കുറച്ചുകൂടി കഴിക്കും മോനെ. അച്ഛൻ വരാൻ താമസിക്കും. മോനെ ടോർച്ച് കടയിൽ കൊടുത്തിട്ട് വാ. ഞാൻ അച്ഛന്റെ കൂടെ വന്നാ മതിയമ്മേ? മതി മോനെ. അനിയ, അനിയൻ ഇത് ഒത്തിരി ഇഷ്ടമാണോ? ചേച്ചി വെച്ചോ, അച്ഛൻ എനിക്ക് വേറെ വാങ്ങി തരും. വേണ്ട അനിയ, ചേച്ചി ഒത്തിരി അങ്ങ് വളർന്നു പോയി. ഇനി ഇത് മോൻ വെച്ചോ.
മുഖത്ത് കോലം വരയ്ക്കാൻ വിശ്വനാഥന്റെ പേനയിൽ മഷി നിറച്ചു കൊടുത്തവൻ നീയാണല്ലേ? ഒന്നും അറിയാത്തൊരു അമ്മയുടെയും മകളുടെയും ചാരത്തിന് നിന്നെ കൊണ്ട് ഞാൻ ഉത്തരം പറയിപ്പിക്കും. അതിന് നീ ജീവിച്ചിരുന്നവരല്ലേടാ? മുന്നേ നമുക്ക് വേണ്ടപ്പെട്ടവനാ, അവനെ രക്ഷിക്കണം. വേണ്ടമേ, മുന്നായി സഹായിച്ച മൊറൈസിന്റെ പക നമ്മളോടാവും. അയാൾ നമ്മളെ ഉപദ്രവിക്കും. ഈ പ്രശ്നത്തിൽ നമ്മൾ തലയിടണ്ട. താളമാണ് എൻ്റെ ജീവിതം. ചെയ്യാത്ത കൊലയുടെ ശിക്ഷയും പേറി എൻ്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചപ്പോഴും എനിക്ക് ഉയിര് തന്നത് ഇതിൻ്റെ താളമാണ്. സ്വപ്നങ്ങൾ എരിഞ്ഞ ചാരത്തിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റത് അവനോട് പകരം വീട്ടാനാണ്. മൊറൈസിലേക്ക് കടക്കാനുള്ള ഒരു പാലം മാത്രമായിരുന്നു നീ എനിക്ക്. എല്ലാം അറിഞ്ഞിട്ടും മടങ്ങിപ്പോകാൻ എനിക്ക് തോന്നുന്നില്ല. നോ, അവനു വേണ്ടി ഞാൻ ഒരുക്കുന്ന കുരുക്കിൽ എന്റെ തല കൂടി കുടുങ്ങിയെന്ന് വരാം. അതിനിടയിൽ കഴുത്തിൽ കെട്ടാൻ ഒരു വർണ്ണ ചരടുമായി നീ എന്നെ മോഹിക്കരുത്. എനിക്കൊരു സൗജന്യം അനുവദിക്കുമോ? കാത്തിരിക്കാൻ പ്രതീക്ഷയോടെ.
Sharon ji. How come you are here? I came to meet you, man. I need some stuff. Don't worry. I will give you. ഞാൻ ചില പുതിയ ആളുകളെ പരിചയപ്പെടുത്താം. Come on. Friends, this is Miss Sharon, daughter of Wilson Morais. Hello, how do you do? I'm fine. Please sit down. Thank you. Mr. Hemant, let us start our deal. This is original stuff. It values 4 crores of rupees in the international market. ഗൗതത്തിന് ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. ചെക്ക് പോസ്റ്റ് 3 7th സെക്ടർ അപ്പർ സിക്കിം. ഹർബച്ചൻ പെർമനന്റ് ബേസ് ഗാങ്ടോക്ക്. ഷെറിൻ, ഹേമന്തിന്റെ മാഫിയ കണക്ഷൻസിന്റെ വേരുകൾ മുഴുവൻ ഈ മാപ്പിലുണ്ട്. You've done a great job. എന്റെ മുന്നിൽ വെച്ചൊരു ഡീൽ. ബാഗിൽ ഒളിച്ചു വെച്ചിരുന്ന ക്യാമറയുടെ കണ്ണുകൾ അത് കണ്ടു. റിസ്കിനെ കുറിച്ച് ഒന്നും ആലോചിച്ചില്ല. മനസ്സ് മുഴുവൻ ഗൗതമായിരുന്നു. നീ ചെയ്തതിന്റെ മഹത്വം നിനക്കറിയില്ല. ഇളക്കിയ അസ്ഥിവാരത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതുമൂലം എന്റെ മരണ സർട്ടിഫിക്കറ്റിൽ ഒരുപക്ഷെ ഞാൻ തന്നെ ഒപ്പുവെച്ചതാകാം. ഇല്ല, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനു മുമ്പ് അവന്റെ അസ്ഥിവാരം ഞാൻ തോണ്ടിയിരിക്കും. ഇവൾ നമ്മളെ ചതിച്ചു. നമ്മുടെ എല്ലാ രഹസ്യരേഖകളും ഗൗതത്തിന് കൈമാറുന്നത് ഞാൻ കണ്ടു. പത്തി വിടർത്തി മുന്നിൽ നിന്ന് ആടിക്കുഴഞ്ഞത് എന്റെ തലയെടുക്കാനായിരുന്നു അല്ലേ? തെരുവ് പട്ടിയെ പോലെ നിന്നെ കടിച്ചു കീറാൻ ഇവർക്ക് ഞാൻ എറിഞ്ഞു കൊടുക്കും. പറയടി, എന്തിന് ഞങ്ങൾ ഒറ്റുകൊടുത്തു? നിന്നെ നശിപ്പിക്കാൻ ഒരുപാട് ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അടിമകളാക്കി നീ തകർത്തു. ഇനി ആരും നിന്റെ കുരുക്കിൽ വീഴരുത്. നീ കയറ് കുരുക്കിയത് നിന്റെ തന്ത വിൽസൺ മൊറൈസിന്റെ കഴുത്തിലാടി. എങ്കിലും എനിക്ക് കുറ്റബോധമില്ല. എന്താടി നീ പറഞ്ഞത്? വിൽസൺ മൊറൈസ്, എന്റെ ഉച്ച ഉറപ്പിച്ച നിങ്ങൾക്ക് എന്റെ ഗുരുദക്ഷിണ. നന്ദി കെട്ട മകളുടെ ജീവൻ. എന്താ? എനിക്കൊരാളെ കൊല്ലേണ്ടി വന്നു. അതാദ്യമല്ലല്ലോ. വലിച്ചു വല്ല കൊക്കലോ റെയിൽപാളത്തിലോ തള്ള തെളിവുകളൊന്നും വെച്ചേക്കരുത്. ഇതെനിക്ക് നിങ്ങളോട് ചോദിച്ചേ ചെയ്യാൻ പറ്റൂ. അതെന്താ പുതിയൊരു പതിവ്? അത് നിങ്ങളുടെ മകളായതുകൊണ്ട്. നിങ്ങളുടെ ചോര തന്നെ നിങ്ങളെ ഒറ്റിക്കൊടുത്തു. നമ്മുടെ സീക്രട്ട് ബിസിനസിന്റെ മുഴുവൻ രഹസ്യങ്ങളും നിങ്ങളുടെ മകൾ ചോർത്തിക്കൊടുത്തു. ആർക്ക്? ഗൗതത്തിന്. നോ, ഞാനത് വിശ്വസിക്കില്ല. അവനോട് ഷെറിന് പ്രണയമായിരുന്നു.
അവൻ അവളെ ശരിക്കും ഉപയോഗിച്ചു. അവൾ നമ്മുടെ അടിത്തറ തോണ്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി. അതിന് നീ അവളെ കൊന്നു. ചോറ് തന്ന കൈക്ക് തന്നെ നീ കടിച്ചല്ലോടോ തെണ്ടി. എന്നെ കൊന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ശത്രു മൂക്കിന്റെ തുമ്പത്താണ്. എന്നെ കൊന്നിട്ട് അവന്റെ കൈകൊണ്ട് നിങ്ങളും ചാകണോ, അതോ ഒരിക്കൽ കൂടി ഒരുമിച്ച് പൊരുതി ജയിക്കണോ? എന്നോട് കണക്ക് തീർക്കാൻ ഇനിയും സമയമുണ്ട്. രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. ഈ കൊലച്ചതി ദൈവം പോലും പൊറുക്കില്ല മുതലാളി. ചുട്ടു തള്ളവനെ. മുതലാളിക്ക് വേണ്ടി കുറ്റം ഞാൻ സമ്മതിക്കാം. നാവടക്കടോ. എന്റെ മോളെ ആരും കൊന്നതല്ല, അവൾ ആത്മഹത്യ ചെയ്തതാ. അല്ല, നിങ്ങൾ അവളെ കൊന്നു. മറിയം, നിങ്ങളുടെ നാവ് കൊണ്ട് എന്നെ പേര് ചൊല്ലി വിളിക്കരുത്. 30 കൊല്ലം നിങ്ങളുടെ അഴുക്ക് ചുമന്ന എന്നെ കൂടി കൊല്ല്. വേണ്ടി വന്നാൽ അതിന് ഞാൻ മടിക്കില്ല. വെട്ടിപ്പിടിക്കാനുള്ള വാശിയിൽ സ്വന്തം ചോരയോട് പോലും കൂറ് കാണിക്കാത്ത നിങ്ങളൊരു മൃഗമാണ്. എന്നോട് വാക്കുകൾ തുപ്പുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലങ്കത്തി ചാമ്പലാവുമ്പോ ഞാൻ വളർത്തിയ പൂച്ചക്കുട്ടിക്ക് വേണ്ടി കരയാൻ എനിക്ക് സമയമില്ല. സ്വന്തം തൊന്തയുടെ അസ്ഥിവാരം തോണ്ടിയ നിന്റെ പെങ്ങക്ക് ഒരു റീത്തുകൊണ്ട് വെച്ചിട്ട് വാടാ. നിങ്ങളാണല്ലോ എന്റെ തന്ത എന്ന് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങളെ എന്റെ മനസ്സിൽ കൊന്നു. ഇനി എന്റെ നാവ് ചിലയ്ക്കും നിങ്ങളുടെ നാശത്തിന് വേണ്ടി. അതിനു മുമ്പ് നിന്റെ നാവ് ഞാനെടുക്കും. ഇതെന്താണ്? സാർ ഇതൊന്ന് തുറന്നു നോക്കണം. ടെക്സ്റ്റൈൽ ബിസിനസിന്റെ മറവിൽ മൊറൈസും ഹേമന്തും പടുത്തുയർത്തിയ അധോലോക സാമ്രാജ്യത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും ഈ ബാഗിലുണ്ട്. അവരുടെ കള്ളപ്പണത്തിന്റെ കോട്ടകൾ കണ്ട് ഇട്ടിരിക്കുന്ന കാക്കയുടെ കണ്ണ് മഞ്ഞളിച്ചില്ലെങ്കിൽ സാറിന് ഇത് ഉപയോഗിക്കാം. ഇതൊക്കെ തന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? അത് സാറിന് അറിയേണ്ട കാര്യമില്ല. ശരിയാണ്. അത് പറഞ്ഞാൽ നിനക്ക് രഹസ്യങ്ങൾ ചോർത്തി തന്ന അവളുടെ ഉയിര് പറിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നതെന്ന് നിനക്ക് സമ്മതിക്കേണ്ടി വരും. മനസ്സിലായില്ല? ഷെറിനെ നീ കൊന്നു. നോ, ഞാൻ എന്തിനാ അവളെ കൊല്ലണം? അവൾക്ക് നിന്നോട് പ്രണയമായിരുന്നു. ആ ദൗർബല്യം നീ മുതലെടുത്തു. മൊറൈസിനോടുള്ള പ്രതികാരം തീർക്കാൻ മകളെ ഉപയോഗിച്ച് അച്ഛന്റെ രഹസ്യങ്ങൾ നീ ചോർത്തിയെടുത്തു. താൻ കുടുക്കിയത് സ്വന്തം അച്ഛനെയാണെന്നറിഞ്ഞപ്പോൾ അവൾ നിന്നോട് പൊട്ടിത്തെറിച്ചു. അവളുടെ തലയെടുത്തില്ലെങ്കിൽ നിന്റെ തല പോകുമെന്ന് ബോധ്യമായപ്പോൾ നിനക്ക് അവളെ കൊല്ലേണ്ടി വന്നു. കൊള്ളാം. നിങ്ങളെപ്പോലൊരു ക്രിമിനലിന് ചേർന്നതല്ല ഈ യൂണിഫോം. നീ അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ചോരയുടെ മണം നിന്റെ തന്തയ്ക്ക് മേറെ ഇഷ്ടമായിരുന്നല്ലോ. വിൽസൺ മൊറൈസിനോട് എന്റെ തല കൊയ്യാനുള്ള അച്ചാരം വാങ്ങിയ തെണ്ടി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. You son of a bloody crook! ഇനി നിന്റെ തലയിലെടുത്ത് ഞാൻ തീരുമാനിക്കും. തൂക്കി തകർത്തോ. ഞാൻ എന്റെ കാക്കിക്കുപ്പായത്തിന് വില കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴങ്ങോട്ട് വരേണ്ടതാണ്. വിഷ്ണു, മനസ്സിലായില്ല? നിങ്ങൾ കളിക്കുന്ന കള്ളക്കളിയുടെ എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ വിടുന്നു. കാരണം എന്റെ അച്ഛനെ കൊന്നവന്റെ മകനെ ചൂണ്ടിക്കാണിച്ചതിന്റെ നന്ദി. നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു വാർത്ത. നിങ്ങളുടെ ശത്രുവിനെ ഞാൻ അകത്താക്കി. ഷെറിനെ കൊന്നതിന്. അവളെ കൊന്നത് അവനല്ലെന്ന് എനിക്കറിയാം. കുടിപ്പകയുടെ കണക്ക് തീർക്കാൻ കിട്ടിയ ഒരു അവസരം മുതലെടുക്കുന്ന ഒരു പന്ന പോലീസുകാരനായി ഞാൻ മാറിയത് മാത്രം. മോനെ, ഈ കടപ്പാട് തീർത്താ തീരില്ല. കടപ്പാടിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങൾക്കെതിരെയുള്ള ഈ തെളിവുകൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊന്ന് കാണണം. ഗസ്റ്റ് ഹൗസിൽ ഞാൻ നിനക്കായി കാത്തിരിക്കും. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ. ഇനി നമുക്ക് ഭയപ്പെടാനില്ല. അവനെ ASP ഒതുക്കും. കൈ നനയാതെ മീൻ പിടിച്ചു. ചൂണ്ട ഇപ്പോൾ ASP കയ്യിലാണ്. എന്നെങ്കിലും അതിന്റെ തുമ്പത്ത് അവനൊരു ഇരകുരുത്താൽ നമ്മൾ കുടുങ്ങും. ഓ, ഞാനത് ഓർത്തില്ല. വഴി ഒന്നേ ഉള്ളൂ. ഗസ്റ്റ് ഹൗസിൽ എന്നെ കാണാൻ അവൻ വരും.
അവന് നമുക്ക് ഒരു അത്താഴമൊരുക്കാം. മിസ്റ്റർ മൊറൈസ് എവിടെ? ദാ അവിടെ. രക്ഷപ്പെടാനുള്ള വെമ്പലിൽ വിലപ്പെട്ട തെളിവുകൾ ഞാൻ നഷ്ടപ്പെടുത്തി. മൊറൈസ് എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. എന്റെ ഡാഡി മറ്റുള്ളവരുടെ കണക്കൂട്ടലൊന്നും തെറ്റിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഗൗതം എന്ത് തെറ്റ് ചെയ്തു? അച്ഛനെ കൊന്നവന്റെ മകനെ കയ്യിൽ കിട്ടിയപ്പോൾ കാക്കിക്കുള്ളിലെ മരവിച്ച ഹൃദയം ഒന്ന് കത്തി. ഒരു വലിയ ശരിയുടെ മേൽ ഡാഡി വിതച്ച ഇരുട്ടുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ അന്ധമായി പോയി. മനസ്സിലായില്ല. പണ്ടെങ്ങോ ആടി വിജയിച്ചൊരു നാടകം ഡാഡി ഇന്ന് വീണ്ടും സമർത്ഥമായി ആടുകയായിരുന്നു. ഒരിക്കൽ ചെറുപ്പക്കാരനായ ഒരു പോലീസ് ഓഫീസർ കയ്യിലൊരു വിലങ്ങുമായി എന്റെ ഡാഡിയുടെ മുന്നിലേക്ക് ധൈര്യത്തോടെ കടന്നു വന്നു. ഇൻസ്പെക്ടർ ജയമണി, സാറിന്റെ അച്ഛൻ. എന്റെ കണ്ണുകൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ പിന്തുടരുകയായിരുന്നു. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. റെയിൽ പാളത്തിൽ മരിച്ചു കിടന്ന പെൺകുട്ടി നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് എനിക്കറിയാം. അത് തുറന്നു പറഞ്ഞ വിശ്വനാഥന്റെ ഭാര്യയെയും മകളെയും വ്യഭിചാരികളാക്കി മുദ്രകുത്തി നിങ്ങൾ എന്നെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ 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 ഓക്കെ, അതിരിക്കട്ടെ. ഇനി എന്നെ കുറിച്ച് എന്തൊക്കെ അറിയാം? ലോകമറിയാത്ത മറ്റൊരു രഹസ്യം. ഇവിടുത്തെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ സാമ്രാജ്യം നിയന്ത്രിക്കുന്നത് നിങ്ങളാണ് മിസ്റ്റർ മൊറൈസ്. നിങ്ങളൊരു ക്രൂരനായ ക്രിമിനലാണ്. ഈ കാക്കി യൂണിഫോം എന്റെ ദേഹത്തുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. അപ്പോ മൊറൈസിനെ നിങ്ങൾ കൊടുക്കും. ഒരു കൊലക്കയർ എനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ താമസിക്കണ്ട, ആ വിലങ്ങിങ്ങെടുത്തോ. കുഴി വെട്ടും മുമ്പ് കുളിപ്പിക്കുമ്പോ ഈ ദേഹത്ത് കാക്കി ഉണ്ടാവില്ല. ഞാൻ ആദ്യമായി കണ്ട ചോരയുടെ ഭീകര ദൃശ്യം. അന്ന് ഞാൻ എന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. പിന്നെ ഒത്തിരി വട്ടം എന്റെ ഡാഡിയുടെ കൈകൾ ചോരയിൽ മുങ്ങി കുളിച്ചിട്ടും എന്റെ കണ്ണുകൾ ഞാൻ തുറന്നില്ല. പക്ഷേ നിരപരാധിയായ ഗൗതത്തിന് വേണ്ടി
ഇനി എനിക്ക് തുറക്കാതിരിക്കാൻ വയ്യ. ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷയും പേറി ജയിലിൽ കിടന്ന് ഹൃദയം പൊട്ടി മരിച്ച ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ ഗതി ഗൗതത്തിന് ഞാൻ കൊടുക്കില്ല. എന്റെ യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വന്നാലും. ASP ജെറി രക്ഷപ്പെടുത്തി. പക്ഷെ ഡോക്യുമെന്റ്സിന്റെ ബാഗ് നമ്മുടെ ആൾക്കാർ തിരിച്ചു പിടിച്ചു. ഇനി ഒന്നും പേടിക്കാനില്ല. പേടിക്കണം. അവന്മാർ രണ്ടും ഒന്നാവും. കൂടെ എന്റെ ചോരയിൽ കുരുത്തതാണോ എന്ന് ഞാൻ സംശയിക്കുന്ന എന്റെ മകനും ഉണ്ടാവും. നമുക്ക് തൽക്കാലം ഇവിടം വിട്ടൊന്ന് മാറിയാലോ? ഒന്നും കൊലവിളിച്ചും ഞാൻ നേടിയതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പേ പിടിച്ച പട്ടിയെപ്പോലെ ഒളിച്ചോടാൻ മൊറൈസിന് മനസ്സിലടാ. 2-3 തല കൂടി ഇവിടെ കിടന്നുരുളണം. എന്നാലേ നമ്മുടെ ആരൂടെ ഒന്ന് ഉറയ്ക്കൂ. ആദ്യം വെട്ടേണ്ട പടുമുളം മുന്ന കൊണ്ടുവാടാവനെ. പ്രിയദർശിനി ദി ഗ്രേറ്റ്, യങ് ജനറേഷന്റെ ഫാഷൻ ക്യൂൻ. വെൽക്കം വെൽക്കം തമ്പുരാട്ടി. ഈ ഏഴയുടെ പടി ചവിട്ടാൻ സന്മനസ് കാണിച്ചതിൽ അടിയന് സന്തോഷമുണ്ട്. ഒരിക്കൽ പോലും നിങ്ങളെ കാണരുതെന്ന് കരുതിയവളാണ് ഞാൻ. പക്ഷേ ഇന്ന് എനിക്ക് വരേണ്ടി വന്നു. ഓഹോ, പക്ഷെ ഒരിക്കലെങ്കിലും നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സിംഹത്തിന്റെ മടയിലേക്ക് കടന്നു വരാനുള്ള നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കമോൺ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ഗൗതത്തിന് പകരം നിങ്ങൾക്ക് എന്ത് വേണം? പ്രിയദർശിനി മിൽസിനെ പറ്റി ഞാൻ കണ്ട സ്വപ്നങ്ങൾ, എന്റെ ടെക്സ്റ്റൈൽ സാമ്രാജ്യം വേണ്ട. എന്റെയും എന്റെ ഡാഡിയുടെയും സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നിങ്ങളുടെ കാൽക്കീഴിൽ അടിയറ വെക്കാം. പകരം എനിക്ക് ഒന്ന് മാത്രം മതി. ഗൗതം, എനിക്ക് എന്റെ ഗൗതത്തെ തരൂ. ഒരിക്കൽ എന്റെ തലയെടുക്കാൻ അവതരിച്ച ദേവത ഈ ഒരു കൊച്ചു കാര്യം ഇങ്ങനെ മുട്ടുകുത്തി യാചിക്കുമ്പോ ഞാൻ അവനോടങ്ങ് പുറത്തേക്കാം. ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കേ? ഓക്കേ. ഗൗതം, മാപ്പ്. ഞാൻ തെറ്റിദ്ധരിച്ചു. മൊറൈസിനെ ഞാൻ നിയമത്തിന്റെ ഒരിക്കലും ഊരാനാവാത്ത കുരുക്കിൽ കൊടുക്കും. അവരെ ഞാൻ വിടില്ല. ഇനി ഗൗതത്തോടൊപ്പം ഞാനുമുണ്ട്. മൊറൈസിന്റെ കത്തിക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് ഇട്ടിരുന്ന യൂണിഫോമിന്റെ മാന്യത കാത്ത ഇൻസ്പെക്ടർ ജയമണിയുടെ അന്തസ് മകനിൽ ഞാൻ കണ്ടില്ല. ഗൗതം, വിഷ്ണു എല്ലാം മനസ്സിലാക്കാൻ വൈകിപ്പോയി. സോറി, ഇതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ മതി. ഈ ഒറ്റക്കയ്യൻ മുന്നേ കെട്ടിക്കൊണ്ടുവരാൻ നിന്റെ ഈ തെണ്ടിക്ക് 2 കൈകൾ പോരാ. കാത്തിരിക്കുകയായിരുന്നു ഞാൻ കാരണത്തിന്. എവിടാ ഗൗതം? ഒരിക്കൽ നിന്റെ കഴുത്ത് വെട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. അന്ന് നിന്റെ ഒരു ചിറക് വെട്ടാനേ എന്നെ കൊണ്ട് കഴിഞ്ഞു. ഒറ്റ ചിറകുമായി നീ പറന്നു കിടക്കുന്നത് കാണാൻ രസമായിരുന്നത് കൊണ്ട് ഞാൻ വിട്ടു. ഇനി അബദ്ധം മൊറൈസിന് പറ്റില്ലടോ. എന്നെ കാക്കണ്ട മോനെ. ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത്. എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. ചെല്ലു മോനെ, ചെല്ല്.
ചെല്ല്. ബാബയെ നോക്കിക്കോളൂ. ബാബ ബാബ അരുത്, നിന്റെ കയ്യിൽ ചോര പുരട്ടരുത്. എന്റെ പെങ്ങളെ കൊന്ന ഇവന് ജീവിച്ചിരിക്കാൻ പാടില്ല. നീ ഇവനെ കൊന്നാൽ പെങ്ങളെ സ്നേഹിച്ച ഒരു ആങ്ങളുടെ പ്രതികാരം മാത്രമേ ആകൂ. ഇവനെ എനിക്ക് വിട്ടുതരൂ. കൊന്ന് മാപ്പ് കൊടുക്കാനാകുന്നല്ല ഈ സാമൂഹ്യ ദ്രോഹി ചെയ്ത കുറ്റങ്ങൾ. ഇട്ടിരിക്കുന്ന കാക്കിയുടെ നീതി പുലർത്താൻ എനിക്ക് കിട്ടിയ അവസരം നീ പാഴാക്കരുത്.
മൊറൈസിനെ പോലീസിന് വിട്ടു തരണം. ഇല്ല ഗൗതം, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിയമത്തിന് കീഴടങ്ങാൻ പോവുക. കോടതി ഇരുന്ന ഏത് ശിക്ഷയും ഞാൻ അനുഭവിച്ചോളാം. എന്നെ ശിക്ഷിക്കുന്നത് നിനക്ക് സന്തോഷമല്ലേടാ ഗൗതം? സൂര്യന് താഴെ എന്തും വില കൊടുത്ത് വാങ്ങുന്ന നിന്നെ ഞാൻ വെറുതെ വിടണമല്ലേ? ഞാൻ ചത്തി ചെല്ലുമ്പോ എന്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും കാഴ്ചവെക്കാൻ നിന്റെ ഉയിർ കൂടി വേണം എന്റെ കൂടെ.